രേഖകൾ പുറത്തുവിടുക വഴി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം വളരെ ലളിതമാണ്. തെരഞ്ഞെടുപ്പിൽ ടി ഐ മധുസൂദനെ പരാജയപ്പെടുത്തുക. രക്തസാക്ഷി ഫണ്ട് പോലും മോഷ്ടിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുക. കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ട രേഖകൾക്ക് ആധികാരികതയുണ്ട്. പണം പിൻവലിച്ച തീയതി, പിൻവലിക്കാൻ ഉപയോഗിച്ച ചെക്കിന്റെ വിശദാംശങ്ങൾ, പിൻവലിച്ച പണത്തിന്റെ കണക്ക്, ഇങ്ങനെ ആധികാരികമായ രേഖയാണ് കുഞ്ഞികൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുന്നത്. വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് CPM പ്രതിരോധിക്കുന്നതിനിടയിലാണ് രേഖകളുമായി കുഞ്ഞികൃഷ്ണന്റെ പിന്നെയുമുള്ള വരവ്. അടിസ്ഥാനരഹിതമല്ല, തെളിവുകളുണ്ട്, രേഖകളിതാ എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോഴാണ് രേഖകളുമായി കുഞ്ഞികൃഷ്ണന്റെ വരവ്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിനിടയിൽ ഇതിന് മറുപടി പറയേണ്ടി വരും CPM-ന്. ധനരാജ്യ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ പിൻവലിച്ചു എന്ന വാർത്ത പുതിയതല്ല. പക്ഷേ അതിന്റെ തെളിവുകൾ പുതിയതാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ തെളിവുകൾ പുറത്തുവിടുകയാണ് യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണൻ ചെയ്യുന്നത്. ഇന്ന് പുറത്തു പോകുന്നത് ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിട്ടതിന്റെ പേരിലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലായിരുന്നു. അതായത് ധനരാജ് രക്തസാക്ഷി ഫണ്ടിലും അതുപോലെ തന്നെ പയ്യന്നൂരിലുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ഫണ്ടിലും തെരഞ്ഞെടുപ്പ് ഫണ്ടിലും വലിയ തരത്തിലുള്ള തിരിമറി നടന്നു എന്നുള്ളതായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരുന്ന ആരോപണം. ആ ആരോപണം പക്ഷേ CPM അന്ന് തള്ളുകയായിരുന്നു. ഇത്തരത്തിൽ നേരത്തെ തന്നെ പാർട്ടിയിൽ ഉന്നയിച്ച ആരോപണം അത് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ അത് തെറ്റാണെന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്ന് നടപടിയെടുത്തിരുന്നു. പക്ഷേ TI മധുസൂദൻ അതിനകത്ത് ഈ കണക്ക് അവതരിപ്പിക്കുന്നതിൽ കാലതാമസം മാത്രമാണ് വരുത്തിയത്. ₹1 ഇതിനകത്ത് പാർട്ടിക്കോ അല്ലെങ്കിൽ രക്തസാക്ഷി ഫണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള വാദം പറഞ്ഞുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണനെതിരെ CPM അന്ന് നടപടിയെടുത്തത്. പക്ഷേ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഇതിന്റെ രേഖകൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്: ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 2018 ജൂലൈ മാസം 9-ാം തീയതി അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ മാറിയിട്ടുണ്ട്. ആ 5 ലക്ഷം രൂപയുടെ കണക്കുകളാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടിരിക്കുന്നത്.